വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടല്ലോ ഗൈസ്, ഒരു വെറൈറ്റി വണ്ടിയാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നൈറ്റ് ട്രിപ്പാണ് ഗൈസ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ടൂറിസ്റ്റ് ബസ് ഒന്നുമല്ല ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ പോകുന്ന KSRTC അല്ല, സോറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഗൈസ്. സോഗര സബ് നെയിമൊക്കെ ഉണ്ട്. തിരമാലകയുടെ രാജകുമാരി, അങ്ങനെയാണ് ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ പേര്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ട് നമുക്കിന്നൊരു നൈറ്റ് ട്രിപ്പാണ് ഗൈസ് പോകാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ലോങ് ട്രിപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായിട്ടാണ് ഗൈസ് നമ്മുടെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഡബിൾ ഇൻഡിക്കേറ്ററൊക്കെ വന്നിട്ടുണ്ട്. ഹൈസ് വേറെ ലെവലായിട്ട് ഗൈസ് നമ്മളെ വണ്ടി. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട് ഗൈസ്. നമുക്കിനി ഹെഡ് ലൈറ്റ് ഇടാം. ഓക്കെ, നമ്മളെ നെയിം ബോർഡൊക്കെ കത്തുന്നുണ്ട് ഗൈസ് ഫ്രണ്ടിൽ. ഓക്കെ, നമ്മുടെ ബസ്സിന് നമ്മുടെ ഓട്ടോമാറ്റിക് ഡോറാണ്. ഒക്കെ സെറ്റാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏതായാലും വണ്ടി ബാക്ക് എടുക്കുക. അതിന് മുന്നേ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. മേളിൽ ഗണപതി, സരസ്വതി, ഇങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും വണ്ടി നമ്മളെ ബാക്കോട്ട് എടുക്കാമെന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കൊക്കെ നോക്കുന്നുണ്ട്, വേറെ വണ്ടിയൊന്നും വരുന്നില്ല. നമ്മൾ ഹാൻഡ് ബ്രേക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അതൊക്കെ അങ്ങനെ റിവേഴ്സ് ഇട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇതിൽ ഇൻറ്റീരിയർ വ്യൂ നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഏതായാലും സ്റ്റിയർ ഇട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഹെഡ് ലൈറ്റൊക്കെ ഇട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മളേതായാലും അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഗൈസ്. കമൻറ്റൊക്കെ നിങ്ങൾക്ക് ഗെയിം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും പറയാം, ഞാനൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 100 ലൈക്സാണ് ഗൈസ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അതേപോലെ നമ്മളെ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് കളർഫുള്ളാക്കി ബ്ലാക്ക് ആക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂവിലാകുമ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കാണാൻ പറ്റും. ഇൻറ്റീരിയറിൽ ഇങ്ങനെയാണ് ഗൈസ് ഉണ്ടാവുക. പക്ഷേ ഇൻറ്റീരിയർ വ്യൂവിൽ ഓടിക്കുമ്പോൾ ഒരു വേറെ വൈബ് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് എക്സ്റ്റീരിയർ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഈ അടുത്താണ് ഗൈസ് എക്സ്റ്റീരിയർ വ്യൂവിലൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്നത് പഠിച്ചത്. ഞാൻ ഇത്രയും കാലം ഇൻറ്റീരിയർ വ്യൂവിലായിരുന്നു നമ്മളെ ബസ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഗൈസ് അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഓടിക്കാനൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. ലിമിറ്റഡിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. നമ്മൾ ലിമിറ്റഡ് ബസ്സസ് KSRTC ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നോ പ്രോബ്ലം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കോഴിക്കോട് കണ്ണൂർ ഓടുന്ന സാഗര ബസ്സാണ്. ഈ ബസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് നോക്കാം ആരൊക്കെ ഈ ബസ് കയറിയിട്ടുണ്ടെന്ന്. ഗൈസ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. രാത്രി നൈറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബസ്സാണ് ഗൈസ് അധികമുള്ളത്. ഇത് നോക്കിയേ, 4 ബസ്സാണ് ഗൈസ്. നമ്മുടെ മുന്നിൽ വേറെ ഏതോ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ ബസ്സാണ് ഗൈസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനെന്താ പതുക്കെ പോകുന്നത് ഗൈസ്. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാം. ഓ, റൈറ്റ് സൈഡ് കിടന്ന് കത്തുകയാണല്ലോ. നമ്മളേതായാലും റൈറ്റിലോട്ട് ഇറച്ചിട്ടുണ്ടെങ്കിൽ ആ ഡബിൾ ഇൻഡിക്കേറ്റർ ഇടാം. ട്രാഫിക് റൂൾസൊക്കെ പാലിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ സാഗര ഫുൾ പവറിലാണ്. നൈറ്റിലേലെ ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇറക്കിയാൽ ഹോണെനിക്ക് ഇഷ്ടമായി ഗൈസ്. നമ്മൾ എല്ലാ ബസ്സിലും ഇതേ ഹോൺ തന്നെയാണ്. എങ്കിലും ഇനി നമുക്ക് ഹോണൊക്കെ അടിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പോകുന്ന നിങ്ങൾ കണ്ടില്ലേ ഗൈസ്.
ഇത് ഇങ്ങോട്ടോടെ പോകുന്നേ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ ഫേസ്ബുക്ക് അങ്ങനെ ബ്രേക്ക് പിടിച്ച് അങ്ങനെ പോയി. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ലോഡിങ് അത്യാവശ്യം നല്ല ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളെ മോഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവർക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമ്മളെ ലിവറി ഉണ്ട്. യൂഷ്വൽ നമ്മളിങ്ങനെ ഏതോ ഒരു ഫോറസ്റ്റ് റൂട്ടിലെത്തുന്ന ഇൻറ്റീരിയർ വ്യൂവിൽ ഓടിക്കുക. അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഏതായാലും സൗണ്ട് ഒന്ന് കൂട്ടട്ടെ. ഇതിന് സൗണ്ട് ഞാൻ കുറച്ച് എന്താ വെച്ചാൽ സംഭവം എൻ്റെ വോയിസ് ഇതിനകത്ത് പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വയനാടിൻ്റെ ചെയ്ത സമയത്ത് എൻ്റെ ഓഡിയോ അത്ര ഓഡിയബിൾ അല്ലായിരുന്നു തോന്നുന്നു. കാരണം ഭയങ്കര എന്താണ് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ വോയിസിൽ. കാരണം വേറെ നല്ല എഞ്ചിൻ്റെ സൗണ്ട് ഞാൻ വയനാട് എക്സ്റ്റീരിയറിലായിരുന്നു ഇട്ട് ഓടിച്ചത്. അപ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് എടുത്ത് അറിയുന്നുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ എൻ്റെ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് വന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങൾ മനസ്സിലായി ഉണ്ടാവും, ചിലതൊന്നും മനസ്സിലായി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഏതായാലും വോയിസ് സൗണ്ട് കുറച്ചിട്ട് ഇതിൻ്റെ ഇവിടെ പ്രശ്നമില്ല. അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണ് ഇവിടെ. നമുക്ക് ഇതിന് സ്റ്റിയറിങ് അത്ര കുറവാണെന്ന് തോന്നുന്നു. സിസ്റ്റം സൈഡ് തട്ടിയിട്ടുണ്ട്. സ്റ്റിയറിങ് വളരെ 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 കുറവാണ്. പക്ഷെ ഓടിക്കാൻ നല്ലൊരു ഫീലൊക്കെ ഉണ്ട് ഗൈസ്. ഇൻറ്റീരിയർ ലിമിറ്റഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഏകദേശം ഇതേമാതിരി ആണല്ലോ. അവരുടെ ആ ഒരു എൻജിൻ്റെ അടുത്തുള്ളൊരു ഭാഗവും അത്യാവശ്യം നല്ലൊരു മോഡ് തന്നെയാണ് ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് അത്ര കാണാനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ലൈക്ക് ചെയ്യാത്തവരാരുണ്ടെന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. എന്നിട്ട് എൻ്റെ ബസ്സിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതെന്താടാ ഇവിടെ നിന്ന് നല്ല ഗൈസ്, ഈ റൂട്ടിലൊന്നും അങ്ങനെ വണ്ടി വരാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ആൾക്കുറവുള്ള റോഡാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ അധികം വണ്ടിയൊന്നും പോകാറില്ല എന്ന് തോന്നുന്നു ഗൈസ്. നല്ലൊരു വളവാണ് കേട്ടോ. താഴത്തു കൂടെ വേറെ റോഡ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. താഴെക്കൂടെ വേറൊരു റോഡ് വരുന്നുണ്ട്. നമ്മളെ ബസ് നോക്കിയേ എൻ്റെ അളിയ, ആ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു വ്യൂ നോക്കിയ ഗൈസ് വേറെ ലെവലായിട്ടുണ്ട്. വേറെ ലെവൽ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഭയങ്കര ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ലോങ് മാപ്പാണ് ഗൈസ് സെലക്ട് ചെയ്തത്. ഇതുവരെ ഞാൻ ഇതിലൊന്നും പോയില്ലായിരുന്നു തോന്നുന്നു. അവിടെ എനിക്കിങ്ങനെ ഹോണൊക്കെ പിടിച്ചിങ്ങനെ വെട്ടിച്ചും ബ്രേക്കൊക്കെ പിടിച്ചിങ്ങനെ പോകണമെന്നുണ്ട്. പക്ഷെ അതിന് പറ്റിയ റോഡും വണ്ടിക്കാരൊന്നുമില്ല ഗൈസ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാം. ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വണ്ടി എന്താ ആൾക്കാരില്ലേ? ഇത് ഭയങ്കര നിശബ്ദത. രാത്രി ആയതുകൊണ്ടാണോ ഇനി? ഇവിടെ ഒന്നും അങ്ങനെ ആരും കാണാനില്ല കേട്ടോ. സാധാരണ ഞാൻ ഡേ ടൈമിലൊക്കെ ഇവിടെ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇത് ആക്ച്വലി വൺ വേ ആണ് ഗൈസ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയൊന്നും വരത്തില്ല. എനിക്ക് വണ്ടീൻ്റെ സൗണ്ട് കേട്ട് ഓടിക്കുമ്പോഴാണ് ഗൈസ് ഒരു വൈബ് കിട്ടുക. പക്ഷേ ഇതിൻ്റെ അകത്ത് അധികം വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുകയാണെങ്കിൽ അതൊരു ഈ വണ്ടിക്ക് സ്റ്റിയറിങ് അധികം പവർ അല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ സ്പീഡ് എടുക്കാത്തത്. കാരണം അടുത്തടുത്ത് വളവും ഉണ്ട്.
അതേപോലെ ഞാൻ സെൻസിറ്റീവ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ വണ്ടീൻ്റെ ഗൈസ് ചിയർ സെൻസിറ്റീവ് ഫുള്ളാക്കിയിട്ടുണ്ട്. നമ്മൾ വളയ്ക്കുമ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് എടുത്തോളൂ ഗൈസ്. ഇത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. നമ്മൾ നേരത്തെ ആ റോഡിലേക്ക് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒന്നും എന്താ ഇവിടെ വന്നതിൻ്റെ ഞാൻ ഒറ്റ വണ്ടിയിലും കണ്ടില്ല. ഒരു വണ്ടിയില്ല എന്ന് തോന്നുന്നു. എന്താ അത് മരുഭൂമിയിൽ പിന്നെ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കും. വണ്ടിക്ക് സ്പീഡ് പോരാ ഗൈസ്. ലിമിറ്റഡ് ഒക്കെ ആകുമ്പോൾ നല്ല പവറേജ് ആയിട്ട് അതല്ല കാല് റോഡ് പഠിച്ച് കിട്ടാൻ നിങ്ങൾ വറപ്പിച്ച് സൂപ്പറൊക്കെ എടുത്തിലൂടെ പോകണം. 100, 110, 500 ഈ ഗെയിമിലാകുമ്പോൾ ഒരു 200, 210 എന്ന് പറയുന്ന ലെവലിൽ പോകണം ഗൈസ്. പവറേജ് ആവും ഗൈസ്. സമയം നമ്മുടെ 6:15 വൈകുന്നേരം. നൈറ്റ് ആവാറായി. ഞാൻ ഒറിജിനൽ ടൈമായിട്ടാണ് പറഞ്ഞത്. ഒരു KSRTC പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ടാവും. വെള്ളമുണ്ടല്ലോ അവിടെ. ശരിക്കും നേരത്തെ കാല് റോഡാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ ഫുള്ള് വണ്ടിയാണ്. ലോറിക്കാരെ സൈഡിൽ ടിക്കേണ്ടി വരും. ചെറുതായിട്ട് വേറെ പ്രശ്നമില്ല. അല്ലെങ്കിൽ വേണമെന്നും വഴി തരത്തില്ല. ബ്രേക്ക് മാങ്ങറക്കാൻ വെച്ചാൽ അതങ്ങ് ചവിട്ടിയാൽ മതി, വണ്ടി നിന്നോളും. വണ്ടിക്ക് പുള്ളിങ് പോരാ ഗൈസ്. ഇതിഹാസിന്റെ പുള്ളിങ്. ഹായ് ബ്രോ, എന്തൊക്കെയാണ്? KSRTC ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് രാത്രി ആയതുകൊണ്ട് കണ്ണാടി കൂടെ ഒന്നും കാണുന്നില്ല. വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായ സസ്പെൻഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് എങ്ങുന്നുണ്ട്. നമ്മളെ മറ്റേ ബസ്സൊക്കെ അത്ര ഇല്ലെങ്കിലും വണ്ടി ഉണ്ടടാ. ഇവിടുന്ന് റൈറ്റിലോട്ടാണ്. ട്രാഫിക് ഒന്നും എടുക്കില്ലായിരിക്കും. അപ്പോൾ വളയുമ്പോൾ അത്യാവശ്യം മോഹൻലാൽ പോലെ മോഹൻലാലിൻ്റെ എന്താണ് ഒരു ഫിഗർ പോലെ വളഞ്ഞ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. മോഹൻലാലൊക്കെ ചരിഞ്ഞ് നമ്മളെ മലയാളം ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേമാതിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ ഡ്രൈവർ. സൈഡ് വണ്ടി വരുന്നുണ്ട്. ഞാനത് കണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികം ഒന്നും പറയാത്ത എന്താ വെച്ചാൽ കൺട്രോൾ കിട്ടുന്നില്ല. അതൊന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അടിക്കും.
എന്താ നിർത്താത്തേ? ഞാൻ എത്ര ഫോൺ അടിച്ചിട്ട് ആരോ തട്ടി. സൈഡിലാളുടെ. ഹായ് ബ്രോ. ഇഷ്ടമൊന്നുള്ള ഫസ്റ്റ് ഇയർ ഇടാ. ഓക്കെ, അങ്ങനെ അടുത്തൊരു ലോഡിംഗ് ലോട്ടാണ് നമ്മുടെ യാത്ര. ഓക്കെ, ഏകദേശം നമ്മുടെ വീഡിയോ ലോങ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഭയങ്കര ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യും ഗൈസ്. ഭയങ്കരമായിട്ട് ഡാറ്റ ഉണ്ടാക്കും. ഡാറ്റ എനിക്ക് ഇങ്ങനെ സ്റ്റോറേജ് ഇങ്ങനെ കൂടും. ഇത് ലോങ് ആയി കഴിഞ്ഞാൽ നോ പ്രോബ്ലം. നമ്മുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. റോഡ് ടു 200K ആണ്. റോഡ് ടു 200 ആണ് ഗൈസ് നമ്മുടെ ചാനൽ. റോഡ് ടു 200K അതൊക്കെ കുറേ കഴിഞ്ഞിട്ട് സമയമാവുന്നുള്ളൂ. സമയമായിട്ടില്ല, അതിനുള്ള പ്രായമായില്ല ഗൈസ് നമ്മളെ ചാനലിന്. നമ്മൾ ചാനൽ വളർന്നു വരുന്ന ഒരു പൈതലാണ്. കുളന്തയാണ്. വണ്ടിക്ക് പുള്ളിങ് കുറവാണ്. ഒരു ഓടിക്കാൻ ലിമിറ്റഡ് ഫീൽ കിട്ടുന്നില്ല. ലുക്ക് കിട്ടുന്നുണ്ട്, ഫീലില്ല. അതിനിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലിമിറ്റഡ് തന്നെ കയറുള്ളൂ. ഈ ഒരു ഗെയിമിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ ബാക്കിൽ വണ്ടി ഉണ്ടോ? ഞാൻ ബൈക്കാറിന് തട്ടാണെങ്കിൽ സ്മൂത്തായിട്ട് വരാം. ഇയാളങ്ങോട്ടോ ബ്രോ, താങ്ക് യു. വിസിറ്റ് അഗൈൻ. ഗാഡ്, എൻ്റെ ബ്രോ വന്നെന്ന് തോന്നുന്നു ഗൈസ്. ഞാനൊരു 5 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടാ ഗൈസ്. നമ്മളെ വണ്ടി ഒരു ആൾ വന്നിട്ടുണ്ട്. ഇവിടെ നിർത്തിയിട്ടിരിക്കാൻ ഗൈസ്. ഇപ്പോൾ വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഒരു ഫാമിലി മെമ്പർ വന്നതായിരുന്നു, കസിൻ ബ്രോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ്സിലേക്ക് വീണ്ടും വന്നു. വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ദിവസം യോപ്പല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം ഇതെടുത്താലോ. എൻജോയ്. ഓക്കെ, എൻജോയ് ദ ട്രിപ്പ്. അതെ, എൻജോയ് ചെയ്യാനാണല്ലോ നമ്മൾ ഈ ബസ് ഓടിക്കുന്നത്. എൻജോയ്. അങ്ങനെ നമ്മൾ ഒരു അടിപൊളി മാപ്പ് സ്ഥലമാണ് ഗൈസ്. ഇതെന്ന് തോന്നുന്നു. അവിടെ ലൈറ്റ് വണ്ടിയെല്ലാം അത്യാവശ്യം ചരിയുന്നുണ്ട് കേട്ടോ. പേടിയാവും ഇത് വളയ്ക്കുമ്പോൾ. ഈ സംഭവങ്ങൾ കാട് ഏരിയയിലായിട്ടാണ് ഗൈസ് കയറുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഡെൻസ് അല്ല, ചെറിയൊരു ഫോറസ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത്. റൈറ്റ് ഭാഗത്ത് മാത്രമേ ഉള്ളൂ വീടൊക്കെ ഉള്ളൊരു സ്ഥലം. ഇത് ഫോറസ്റ്റിലൊരു സിറ്റി പോലെ പെടുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ. നമുക്ക് ഏതായാലും ഇതിലൂടെ അങ്ങ് പോവാം. ചെന്നാൽ ഇതിലൂടെ വരുമ്പോൾ നമ്മൾ ഇതിലൂടെ പോകണം. അതൊന്ന് പോടെ, നമുക്ക് ഇങ്ങോട്ടാണ് ഗൈസ്. നമ്മളെ ബസ് സ്റ്റാൻഡ് എത്തിയോ? എടാ, ഞാൻ അത്യാവശ്യം വലുതായിരുന്നല്ലോ എടുത്തേ. ഓക്കെ, ഫൈനലി ചെറുതായതാണ് നിന്ന എനിക്ക് ബസ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് മോശമായിട്ട് ഇതിലൊന്നും പറയാനില്ല, കാരണം അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു കൺട്രോൾ ഉണ്ട്. അതുമല്ല ഒരു ഗൈസ്, നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞു തരാം. നമ്മളിതിലൊരു പുള്ളിങ് ഒരു പ്രശ്നമാണ്. അതുപോലെ നമ്മളെ വണ്ടിക്ക് ലൈറ്റ് വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മളെ ലൈറ്റ് വർക്കൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ ഈ ലിവറി അതൊക്കെ അവർ അടിപൊളിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ വണ്ടി ഡ്രൈവിങ്ങിലാണ് അവർ ചെറിയൊരു പ്രശ്നം വരുത്തിയത്. പുള്ളിങ് ഇല്ല, ബ്രേക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഭയങ്കര ലോങ്ങിൽ വരുന്ന ബ്രേക്ക് വർക്കൊന്നും കിട്ടത്തില്ല. ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ സ്പീഡ് പോകുമ്പോൾ അധികം കിട്ടില്ല. വണ്ടി വല്ലാണ്ടങ്ങ് ചരിയുന്നുണ്ട്. അതൊക്കെ റിയാലിറ്റിയിൽ ഇപ്പോൾ എടുത്താൽ നമുക്ക് സ്പിന്നർ കൺട്രോളിങ് കാണിച്ചു തരാം. റിവേഴ്സ് ഇടുമ്പോൾ നമുക്ക് നിരത്തിങ്ങനെ കറക്ക ഗൈസ് വണ്ടി. ഓക്കെ, സ്കിഡൊക്കെ അടിക്കാൻ പറ്റും. അതൊക്കെ അത്യാവശ്യം നല്ലൊരു അടിപൊളി കാര്യമാണ്. അത് ഞാൻ ആദ്യം കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് ക്ലൈമാക്സ് ആക്കാമെന്ന് വിചാരിച്ചു. വന്നില്ല ഗൈസ്, സൂ ആണ് വന്നത്. ഓക്കെ, ഫൈനലി നമ്മളെ സാഗരയുടെ വീഡിയോ എത്ര ഉള്ളൂ. നമ്മളെ KSRTC പയ്യന്മാർ, അത് നമ്മളെ
ലോക്കൽ ബസ്, ടൂറിസ്റ്റ് ബസ് എല്ലാവരും പോകുന്നുണ്ട്. ഫോട്ടോഗ്രാഫാണോ ചേട്ടാ? വേണ്ട. ഓക്കെ, നമ്മളെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പുതിയ തരത്തിലുള്ള വണ്ടിയോ മാപ്പോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ വൈപ്പർ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ വൈപ്പർ, മുകളിൽ നിന്ന് താഴോട്ടാണ്. അതൊക്കെ നല്ല റിയാലിറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് ഓഫാകത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബോണറ്റിൻ്റെ എഞ്ചിൻ്റെ സാധനം താത്തി. ഈ എഞ്ചിൻ്റെ മുന്നിലുള്ള ബോണറ്റുകളുടെ സാധനം കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ താത്ത് ഓക്കെ താത്തിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.